എന്ന് ഈ നാരിയ സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ മുമ്പിൽ കിട്ടിയപ്പോൾ വളരെ കൃത്യമായി നമ്മളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ശിർക്കാരോപകരുടെ റൂമിലെ ഒരു അഡ്മിനാണ് ഈ ചോദ്യങ്ങൾ ഇപ്പോഴത്തെ ചോദ്യം ചോദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സഹോദരൻ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഹനീഫ് കായക്കൊടി കാണിച്ചിട്ടുള്ള വലിയൊരു വഞ്ചന, അത് സംവാദത്തും വ്യക്തമായ കാര്യമാണ്. 3 വർഷം മുമ്പ് നാരിയ സ്വലാത്തിൽ ശിർക്കില്ല എന്ന വാദം ഈ ക്ലിപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അതേ സംവാദത്തിൽ, ലബാദാരിയുമായുള്ള സംവാദത്തിൽ ഹനീഫ് കായക്കൊടി പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യം അറിഞ്ഞിട്ടും എന്തിനായിരുന്നു മൂവാറ്റുപുഴ സംവാദത്തിന് ലബാദാരിമിയെ കൊണ്ടുപോയത്? ഈ ചോദ്യം പ്രസക്തമല്ലേ, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു വിഷയം പറയുമ്പോൾ അതിലൊരു ആത്മാർത്ഥത വേണ്ടേ? നമ്മളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ക്ലിപ്പ് കിട്ടിയിരുന്നു എന്ന്. മാത്രവുമല്ല, അദ്ദേഹം ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് പറയുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്, ലബാദാരിമ കൂടി പങ്കെടുക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് TP അബ്ദുൽ മദനിയാണ്. അതിൽ അബ്ദുറഹ്മാൻ സലഫിയാണ്. അതിന്റെ പേരിൽ അവർ ഇന്നുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ 3 വർഷം മുമ്പ് ഈ കാര്യം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഹനീഫ് കായക്കൊടി അത് മറച്ചുവെച്ചു? ഇത് കാപട്യമല്ലേ? വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. നാരിയ സ്വലാത്തിലേക്ക് നമ്മൾ ചാടിയതല്ല. അങ്ങനെയൊക്കെ ടെക്സ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോ ഈ ആളുകൾ നാട് മുഴുവൻ പ്രചരിപ്പിച്ച് നടക്കണെന്താ? ഇവിടെ വിതരണം ചെയ്ത ചോദ്യത്തിലുണ്ട് 2010 തന്നെ കായക്കൊടിക്കതറിയാം, എന്നിട്ട് കായക്കൊടി ലബ്ബയും കൊണ്ട് നടന്നില്ലേ എന്ന്. ആരാ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ മൊയ്ലിയാര്. മൂപ്പർക്ക് എവിടുന്ന കിട്ടിയത്? മൂപ്പരതുള്ള കാരണം മൂപ്പരൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ഇത് 3 വർഷം മുമ്പ് ഒരു ഖുറാഫി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് നാരിയ സ്വലാത്തുമായി ബന്ധപ്പെട്ട സംസാരം ലബ്ബ നടത്തിയത്. അപ്പോ അനുയായികൾക്കത് മതിയല്ലോ. അപ്പൊ അനുയായികൾ കണക്കൂട്ടി ഇത് 2013 ആകുമ്പോ ആ അടുത്ത കൊല്ലം എത്രയാ? 3 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? അത് 2010 എന്ന് ഈ അനുയായികൾ കണക്ക് കൂട്ടി. എന്നിട്ടോ അവരങ്ങ് പ്രചരിപ്പിച്ചു. അപ്പൊ 2010 കായക്കൊടിക്ക് ഇതറിയാം. എന്നാ 2010 ഇതറിയോ? അറിയാന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. ഞാൻ അവിടെ വെച്ച് ലബ്ബയോട് പറഞ്ഞു, നിങ്ങൾ ഈ സംഭാഷണം നടത്തി തൊട്ടടുത്ത ആഴ്ച തന്നെ എന്റെ മെയിലിൽ അത് വന്നിരുന്നു. ഇത് റെക്കോർഡ് ചെയ്ത AP-ക്കാരൻ എന്റെ മെയിലിൽ അയച്ചു, വേറെയും സുഹൃത്തുക്കൾ അയച്ചു. ചില ആളുകൾ എന്നോട് ചോദിച്ചു, നമ്മളത് പുറത്തുവിടല്ലേ? ഞാൻ പറഞ്ഞു, പുറത്തുവിടാനായിട്ടില്ല. 2010 നമ്മൾ ഇല്ല. ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞതാണത്. 2010 ലബ്ബയെ പറ്റിയുള്ളത് പുറത്തുവിടട്ടെ എന്ന് ചോദിക്കോ? ഇല്ല. ലബ്ബ നമ്മളെ എതിർത്തുകൊണ്ട് നടക്കുന്ന സമയമായത് കൊണ്ടാണ് നമ്മളുടെ ആളുകൾ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, വേണ്ട, നമ്മളത് പുറത്തുവിടണ്ട. AP-ക്കാരെ ഉണ്ടാക്കിയതല്ലേ, അതിൽ കൃത്രിമം നടത്തിയോ ഇല്ലയോ ഞമ്മക്കറിയില്ല, അതുകൊണ്ട് നമ്മളത് പുറത്തുവിടണ്ട. അവസാനം AP-ക്കാരൻ തന്നെ അത് പുറത്തുവിട്ടു. എന്നിട്ടും അതല്ല നമ്മൾ ഉപയോഗിച്ചത്. നമ്മളുടെ ഒരു പ്രവർത്തകൻ വിളിച്ചു, ലബ്ബേ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ലബ്ബ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിച്ചത്, അല്ലാതെ AP-ക്കാരൻ ചെയ്തതല്ല. പക്ഷേ ഇവർ ഈ നുണ പറഞ്ഞപ്പോ ഈ AP-ക്കാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുടി വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ അന്ന് കേൾപ്പിച്ചല്ലോ. കാന്തപുരത്തിന്റെ എന്തായിരുന്നു അവന്റെ ഈമാൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, കാന്തപുരത്തോടുള്ള അവന്റെ ഈമാൻ എത്രമാത്രം വലുതായിരുന്നു, മുടിയോടുള്ള ഈമാൻ എത്രമാത്രം വലുതായിരുന്നു എന്ന് അവൻ വിശദീകരിക്കുന്നുണ്ട്. എന്താ അവൻ പറയുന്നത്? ഈ മുടിയെപ്പറ്റി, മുടിയിട്ട വെള്ളത്തെപ്പറ്റി എനിക്കുണ്ടായിരുന്ന വിശ്വാസം, എനിക്കുണ്ടായിരുന്ന ധാരണ എന്തായിരുന്നു എന്ന് അവൻ പറയുന്നത് കേട്ടോളൂ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മർക്കസിലൂടെ എല്ലാ റബീഉൽ അവ്വൽ ആദ്യ തിങ്കളാഴ്ചയും, മാസം ആദ്യത്തെ തിങ്കളാഴ്ചയും, പിന്നെ അവിടെ വെച്ച് ഷെയർ മുബാറക്ക് മുഖ്യ വെള്ളം കൊടുക്കുക എന്ന പേരിൽ വെള്ളം കൊടുത്തപ്പോ ആ വെള്ളം 2 കൈകൾ കൊണ്ടും സന്തോഷപൂർവം സ്വീകരിക്കുകയും, അത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഖത്തറിൽ പോലും അതിന്റെ ഒരു കുപ്പി വെള്ളം വെക്കുകയും, ആ കുപ്പി വെള്ളം ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചുംബിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ പാത്രം ചുംബിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്രയും കാന്തപുരത്തെ സ്നേഹിച്ച പയ്യനാ. അവനാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് ഇപ്പൊ പറയണത് ഈ മുടി തട്ടിപ്പാണ്, ഇത് മുടിയല്ല, ഇത് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടാണ്.
ഇവന്റെ പരിപാടി എല്ലാരെയും ഫോൺ ചെയ്തിട്ടത് റെക്കോർഡ് ചെയ്യലായിരുന്നു. ഇത് പറഞ്ഞപ്പോ ഇത് ഈ ജിന്നുവാദികൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ നമ്മളൊരു പ്രവർത്തകൻ ഇവനെ ഫോൺ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഇത് എപ്പോഴാ ഉണ്ടായത് ഈ സംഭവം? ഇവൻ പുറത്തുവിടുന്ന മെയിലുകൾ ഇപ്പൊ എല്ലാവർക്കും കാണാം. ആ മെയിലുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവനത് റെക്കോർഡ് ചെയ്ത ഡേറ്റ് ഉണ്ടാകും. ഓരോ ദിവസവും ആരെയാണ് ഫോൺ ചെയ്തത്, ഏത് സമയത്താണ് ഫോൺ ചെയ്തത് എന്ന് റെക്കോർഡ് ചെയ്ത ഡേറ്റ് ഇട്ടുകൊണ്ടാണ് അവൻ ഫയല് പുറത്തുവിടാറുള്ളത്. ഈ പ്രവർത്തകൻ വിളിച്ചപ്പോ അവൻ പറയുന്നു മറുപടി. ഹലോ 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 അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ജിഷാൻ നായല്ലേ? അതെ, ഞാൻ ഓച്ചിറയെന്ന് വിളിക്കാം. എന്റെ പേര് മുഹമ്മദ് ഇക്ബാൽ. ഞാനൊരു KNMന്റെ ഒരു പ്രവർത്തകൻ. ഞാൻ ഈ ലബ്ബാദാരിമിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. KNMന്റെ പ്രവർത്തകനാണെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ചെല്ലിയ സലാം തിരിച്ചെടുത്തിരിക്കുന്നു. ഞാൻ അറിയില്ലേ. KNMന്റെ പ്രവർത്തകനാണെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ചെല്ലിയ സലാം തിരിച്ചെടുത്തിരിക്കുന്നു എന്നാണ്. ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ ലബ്ബാദാരിമിയുമായി നിങ്ങൾ സംസാരിച്ച ഒരു ക്ലിപ്പ് ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഈ മൂവാറ്റുപുഴ സംവാദത്തിന് മുമ്പാണ് വിളിച്ചത്, അതിന് ശേഷമാണോ? മൂവാറ്റുപുഴ സംവാദത്തിന് മുമ്പാണോ ശേഷമാണോ എന്ന് വെച്ചാൽ അതിന്റെ വിളിച്ച ഡേറ്റും ടൈമും എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാന് പിന്നെ നിങ്ങൾ ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തന്നെ പറഞ്ഞുതരാം അയാള് അദ്ദേഹത്തെ വിളിച്ച ഡേറ്റും. ഒന്ന് പറഞ്ഞു. നിങ്ങൾ അതിന്റെ മൂവാറ്റുപുഴ സംവാദത്തിന് ശേഷമാണോ മുമ്പാണോ നിങ്ങൾ തീരുമാനിക്കുക. ഒന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ്, ഞാൻ സിസ്റ്റത്തിന്റെ മുമ്പ് തന്നെ ഉള്ളത് ഒരു 1/2 മിനിറ്റ്. ഇതാ ലബ്ബ മൗലവി ഈ നാരിയത്ത് സ്വലാത്തിന്റെ വിഷയത്തിൽ അദ്ദേഹമായിട്ട് ഞാൻ പിന്നെ ഫോൺ സംവാദം പിന്നെ അദ്ദേഹത്തെ വിളിച്ച സമയം പറയുന്നത് ഒക്ടോബർ 5, 2012 ഉച്ചയ്ക്ക് 1:48. നിങ്ങൾ ഇതിന് ശേഷമാണ് നിങ്ങൾ നമ്മുടെ ഈ ഇത്ര കൃത്യമായിട്ട് സമയം അടക്കം പറഞ്ഞിരുന്ന കാരണം വെച്ചാല് ും മറ്റ് SKSS ഫോൺ ചെയ്യാറുന്ന പച്ചക്കളവുകൾ തട്ടി വിടാറ്. അതുകൊണ്ടാണ് പറഞ്ഞത്. വിളിച്ച സമയം അടക്കം ഞാൻ എഴുതി നിങ്ങൾ അനീഫ് കായക്കൊടി വിളിച്ചു പറഞ്ഞ ഈ സംഭവം അത് ഓർമ്മയുണ്ടോ? അനീഫ് കായക്കൊടിക്ക് ഇത് കൊടുത്തത്? അനീഫ് കായക്കൊടിക്ക് ഞാനിത് കൊടുത്തത് പിന്നെ എനിക്ക് 100% ഉറപ്പാണ്. അത് മൂവാറ്റുപുഴ സംവാദത്തിന് ശേഷമാണ്. കാരണം ഇങ്ങനെ ഉള്ള ഒരാളെയാണല്ലോ നിങ്ങൾ പിന്നെ ഈ വിഷയത്തിൽ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടത്. കാരണം മൂവാറ്റുപുഴ സംവാദത്തിന് പിന്നെ ലബ്ബ മൗലവിയാണ് വിഷയം അവതരിപ്പിക്കുന്നതെന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓ അത് ശരി. ഇതാണ് സത്യം. എന്നിട്ടിപ്പോ പറഞ്ഞു നടക്കുന്നത് എന്താ? മുമ്പേ അറിയാമായിരുന്നു കായക്കൊടിക്ക്, എന്നിട്ടെന്തിനാ കായക്കൊടി താങ്ങിയത്? കായക്കൊടി താങ്ങിയിട്ടില്ല. കായക്കൊടിക്ക് ഇത് ബോധ്യപ്പെട്ട നിമിഷം മൂവാറ്റുപുഴ സംവാദം കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോ നമ്മളുടെ ചില പ്രവർത്തകന്മാര് വന്ന് പറഞ്ഞു, നമുക്കൊന്ന് ലബ്ബയുടെ അരികിൽ പോകണം, കുറച്ച് ജിന്നുമായി ബന്ധപ്പെട്ട സംശയം മൂപ്പർക്കുണ്ട്, അത് തീർത്തു കൊടുക്കണം. ഞാൻ പറഞ്ഞു പോകാം. പോയി ഇരുന്ന് ചർച്ച ചെയ്തു. ചർച്ച ചെയ്തപ്പോഴാ മനസ്സിലായത് പിടിച്ചതിനേക്കാൾ വലുതാ മാളത്തിൽ. ജിന്നിനേക്കാൾ വലിയ അബദ്ധത്തിൽ അയാളുള്ളത്. അയാൾ ഇതൊക്കെ അവിടെ വെച്ച് പറഞ്ഞു. അന്ന് ഞാൻ ലബ്ബയോട് പറഞ്ഞു, ലബ്ബദാരിമി, നിങ്ങൾ കൊട്ടപ്പുറം സംവാദവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പുസ്തകം വായിക്കണം. മലയാളത്തിൽ പുറത്തിറങ്ങിയ കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവിയുടെ അത്തൗഹീദ് വായിക്കണം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് വായിക്കണം. ഈ മൂന്നും തൗഹീദിന്റെ അടിസ്ഥാന. അത് വായിക്കണം എന്നാണ് ലബ്ബയോട് ഇത് ബോധ്യപ്പെട്ട അന്ന് ഞാൻ ഉപദേശിച്ചത്. അല്ലാതെ ലബ്ബയെ താങ്ങി നടന്നിട്ടില്ല. പക്ഷേ ഞാനിത് കേരളത്തിലെ പല വേദികളിൽ പ്രസംഗിച്ചല്ലോ. ആ പ്രസംഗിച്ചപ്പോഴൊക്കെ താങ്ങി നടന്നതാരാണ്? സക്കരിയ താങ്ങി, ഫൈസൽ താങ്ങി, ഹുസൈൻ സലഫി താങ്ങി, എല്ലാവരും താങ്ങി. ഇപ്പോഴോ ഇവരെന്ത് വിശ്വാസാണോ പറയുന്നത് അതേ വിശ്വാസം വെച്ച് പുലർത്തിയതിന്റെ പേരിൽ ലബ്ബ പുറത്ത്. പാവം, ഏതെങ്കിലും ഒരു രക്തസാക്ഷി വേണമല്ലോ. അങ്ങനെ പാവം ആരും ചോദിക്കാനും പറയാനും ആളില്ലാത്ത ലബ്ബാദാരിമിയെ ഇവര് കൊണ്ടുപോയി ചാടിച്ചു. അല്ലെങ്കിൽ പറയട്ടെ, ലബ്ബ പറഞ്ഞ അബദ്ധമെന്ത്? ലബ്ബ പറഞ്ഞ തെറ്റെന്ത്? ഇവരുടെ വിശ്വാസം തുറന്നു പറഞ്ഞതാണോ?